ഹലോ ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് എൻ്റെ റെസിപ്പി ഒരു മന്തിയാണ്. സാധാരണ മന്തിയല്ല, സ്പൈസി ആയിട്ടുള്ള ഒരു മസാല മന്തി. വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് വീട്ടിലുണ്ടാക്കാം. റെസ്റ്റോറൻറ്റിൽ നിന്ന് പോയിട്ട് കഴിക്കുന്ന മന്തിനേക്കാളും അടിപൊളി ടേസ്റ്റാണ് ഈ മന്തിക്ക്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ഇതിന് വേണ്ടി 8 വറ്റൽമുളകും 2 ടേബിൾ സ്പൂൺ മല്ലി, 2 ടേബിൾ സ്പൂൺ മുഴുവനായിട്ടുള്ള പെപ്പർ, 2 ബേ ലീഫ്, പട്ട ഒരു 6 പീസ്, ഏലക്ക 1 ടീസ്പൂൺ, ഗ്രാമ്പു 1 ടീസ്പൂൺ, 1/2 ടേബിൾ സ്പൂൺ ചെറിയ ജീരകം, 1/2 ടേബിൾ സ്പൂൺ പെരുംജീരകം. ഇത്രയും കൂടി നന്നായിട്ടൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കണം. എന്നിട്ട് മിക്സിയുടെ ചെറിയ ജാറിലിട്ട് ഒന്ന് പൊടിച്ചെടുക്കണം. അതിൽ നിന്നും 3 ടേബിൾ സ്പൂൺ മന്തി മസാല പൗഡറും 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, ആവശ്യത്തിന് ഉപ്പ്, 2 ടേബിൾ സ്പൂൺ വിനേഗർ, 4 ടേബിൾ സ്പൂൺ തൈര്. ഇത്രയുമാണ് ഞാനിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം. പിന്നെ കൂട്ടത്തിൽ 2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്ത് കൊടുക്കണം. അതിനുശേഷം ഞാനിതെല്ലാം നല്ലപോലെ പേസ്റ്റാക്കി എടുത്തു. ഇനി ഇതിലേക്ക് 1.25 കിലോയുടെ ചിക്കൻ നേരത്തെ തന്നെ കഴുകി വൃത്തിയാക്കി വെള്ളം വാലാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ചിക്കനും കൂടി ഇട്ടതിന് ശേഷം മസാല പുരട്ടി കൊടുക്കണം. മസാല പുരട്ടിയ ചിക്കൻ 5 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കണം. ഞാനിതെല്ലാം ഫ്രിഡ്ജിലാണ് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നത്. ഒരു സ്റ്റീമറോ അപ്പച്ചമ്പോ എടുത്തു 1.5 ലിറ്റർ വെള്ളം ഒഴിച്ചതിന് ശേഷം അതിൻ്റെ തട്ടിൻ്റെ മുകളിലായിട്ട് ചിക്കൻ നിരത്തി കൊടുക്കണം. അതിനുശേഷം വെള്ളം തിളച്ച് കഴിഞ്ഞാൽ മീഡിയം തീയിൽ 10 മിനിറ്റ് ഇതൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ജ്യൂസി ആയിട്ടുള്ള വെള്ളം കിട്ടും. ആ വെള്ളത്തിന് വേണ്ടിയാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. 10 മിനിറ്റിന് ശേഷം ഫ്ലെയിം ഓഫാക്കി ചിക്കൻ ഒന്ന് തണുത്ത് കഴിഞ്ഞാൽ നേരത്തെ നമ്മളുണ്ടാക്കിയ മസാല ഉണ്ടല്ലോ, ചിക്കന് പുരട്ടിയ മസാല, അതിൽ നിന്നും അല്പം ഞാൻ ബാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതെല്ലാം ചിക്കൻ്റെ മുകളിൽ നന്നായിട്ടൊന്ന് തേച്ച് കൊടുത്തു. ചിക്കൻ്റെ 2 ഭാഗത്തും ഈ മസാല നല്ലപോലെ തേച്ച് കൊടുക്കണം. അതിനുശേഷം ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാൻ എടുത്ത് അതിലല്പം ഓയിൽ ചേർത്ത് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു മീഡിയം തീയിൽ 5 മിനിറ്റ്, 2 ഭാഗം കൂടി 5 മിനിറ്റ് മതി. ഓൾറെഡി വെന്ത ചിക്കൻ ആയതുകൊണ്ട് ഒന്ന് മൊരിഞ്ഞ് കിട്ടണം, അത്ര മാത്രമേ ആവശ്യമുള്ളൂ. ചിക്കനിൽ ഞാനിവിടെ ഒന്ന് മൊരിച്ചെടുക്കുന്നുണ്ട്. ഈ ഒരു കളർ ആവണം, തീ കൂടിപ്പോകാൻ പാടില്ല. ഒരു മീഡിയം തീയിൽ വെച്ച് തന്നെ ഇത് എല്ലാ ഭാഗവും ഒന്ന് മൊരിച്ചെടുക്കണം. 2-3 പ്രാവശ്യം തിരിച്ചും മറിച്ചും ഇട്ട് മൊരിച്ചെടുത്താൽ ഈ ചിക്കൻ നല്ല ടേസ്റ്റിയും ജ്യൂസിയുമായി കിട്ടും. ചിക്കൻ മുഴുവൻ റെഡി ആയിട്ടുണ്ട്, നമുക്കിത് മാറ്റി വെക്കാം. ഈ ചിക്കൻ ഒരു 4-5 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചാലാണ് ടേസ്റ്റ് കൂടുതൽ. ഇനി ടൈം ഇല്ല എങ്കിൽ ഒരു 2 മണിക്കൂറെങ്കിലും തീർച്ചയായിട്ടും വെക്കണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് വിചാരിച്ച ആ ടേസ്റ്റ് കിട്ടില്ല. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള റൈസ് റെഡിയാക്കി എടുക്കാം. അപ്പം ഞാൻ 1 കിലോ സെല്ല റൈസ് 1 മണിക്കൂർ മുമ്പേ തന്നെ കഴുകി കുതിരാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. കുതിർന്ന അരി ഇപ്പോൾ ഞാൻ വെള്ളം വാർന്നു പോകാൻ അരിപ്പയിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. 1/2 കപ്പ് എണ്ണ ചൂടാക്കിയതിന് ശേഷം ഒരു ഡ്രൈ ലെമൺ, പട്ട, ഗ്രാമ്പു, ഏലക്ക, 1 ടേബിൾ സ്പൂൺ മുഴുവനായിട്ടുള്ള കുരുമുളക്, 5-6 പച്ചമുളക്, 1 സവാള ചെറുതായിട്ട് അരിഞ്ഞത് എല്ലാം കൂടി നന്നായിട്ട് മൂപ്പിച്ചെടുത്തു. ഇതിലേക്ക് 1 ക്യാരറ്റ് നല്ലപോലെ വലിപ്പത്തിൽ തന്നെ മുറിച്ചെടുത്തതും 1 ക്യാപ്സിക്കം അരിഞ്ഞതും കൂടി ഇട്ടുകൊടുത്ത് അതും 1 മിനിറ്റ് വഴറ്റിയെടുത്തു. പിന്നെ ഇതിലേക്ക് വേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്. ഒരു 3 ടേബിൾ സ്പൂൺ ചേർത്തിട്ട് ചെറിയ തീയിൽ മൂപ്പിച്ചെടുക്കണം. മീഡിയം സൈസിലുള്ള 2 തക്കാളി മിക്സിയുടെ ചെറിയ ജാറിലിട്ടതിന് ശേഷം നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്ത് അതും ഇതിലേക്ക് ചേർത്ത് പച്ചമണം മാറുന്ന രീതിയിൽ ഒന്ന് മൂപ്പിച്ചെടുക്കണം. ഇപ്പോൾ നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചിക്കൻ സ്റ്റോക്ക് ഒഴിച്ചു കൊടുക്കണം. 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം എന്നതാണ് കണക്ക്. ഇനി സ്റ്റോക്ക് തികയുന്നില്ല എങ്കിൽ നോർമൽ വാട്ടർ, അതായത് സാധാരണ വെള്ളം ഒഴിച്ചു കൊടുക്കാം. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഒരു 3-4 ടേബിൾ സ്പൂൺ മന്തി മസാല പൗഡറും 1 ചെറുനാരങ്ങയുടെ നീരും ഒഴിച്ചു കൊടുക്കണം. ചെറുനാരങ്ങയുടെ കുരു അതിലേക്ക് പെടാണ്ട് ശ്രദ്ധിക്കുക. പിന്നെ തോടുണ്ടല്ലോ, അത് ഇതിലേക്ക് തന്നെ ഇട്ട് കൊടുക്കണം. പിന്നെ മന്തി മസാല പൊടിക്കാൻ മടിയുള്ള ആൾക്കാർക്ക് റെഡിമെയ്ഡായിട്ട് മന്തി മസാല വാങ്ങാൻ കിട്ടും, അത് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ചിക്കൻ മാഗി ക്യൂബ് ഉണ്ടല്ലോ, അത് 2 എണ്ണം, ഒരു പാക്കറ്റിൽ 2 എണ്ണം കിട്ടും, അത് പൊട്ടിച്ച് ഇതിലിട്ട് കൊടുക്കണം. പിന്നെ ഡ്രൈ ലെമൺ 1 എണ്ണം, അതും 2 പീസാക്കിയിട്ട് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാം കൂടി ആകുമ്പോൾ ഭയങ്കര ഫ്ലേവറാണ്. നല്ലപോലെ വെള്ളം തിളച്ച് വരുന്നുണ്ട്. ഈ ഒരു സമയത്ത് കഴുകി വൃത്തിയാക്കി വെള്ളം വാരാൻ വെച്ചിട്ടുണ്ടായിരുന്ന അരി ഇട്ട് കൊടുക്കണം. അരി ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അടിഭാഗത്ത് അരി നല്ലപോലെ കട്ട പിടിക്കും. പിന്നെ അത് ഉതിർന്ന് കിട്ടാൻ വേണ്ടി കുറച്ച് ജോലിയാണ്.
അപ്പോൾ വീണ്ടും വെള്ളമൊക്കെ തിളക്കണം. അരിയിട്ട് കഴിഞ്ഞാൽ വീണ്ടും വെള്ളം തിളക്കണം. ഈ സമയം തീ മീഡിയത്തിലേക്ക് കൊണ്ടുവന്ന് 9 മിനിറ്റ്, അതായത് 8 മുതൽ 9 മിനിറ്റ് വരെ. 8 മിനിറ്റ് ആകുമ്പോൾ നോക്കണം, പാകമായില്ലെങ്കിൽ മാത്രം 1 മിനിറ്റും കൂടി വേവിച്ചെടുത്താൽ മതി. ഇപ്പോൾ റൈസെല്ലാം നന്നായിട്ട് പാകമായി കുക്കായിട്ടുണ്ട്. ഏകദേശം 90% കുക്കായാൽ മതി, കൂടുതൽ വെന്ത് കുഴഞ്ഞു പോകരുത്. ഇനി ചോറ് നല്ലപോലെ ഒന്ന് ഇളക്കിയതിന് ശേഷം ഒന്ന് ലെവലാക്കി എടുക്കണം. ഇനി ഇതിൻ്റെ മീതെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഉണ്ടല്ലോ, അത് നല്ലപോലെ ഒന്ന് നിരത്തി കൊടുക്കണം. പിന്നെ ഞാനൊരു ചിരട്ട കനലാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് കനൽ വേണം, ചാർക്കോൾ ഉണ്ടെങ്കിൽ അതും മതി. ഞാൻ സാധാരണ ചിരട്ട തന്നെയാണ് ഉപയോഗിക്കൽ. കോഴിയെല്ലാം നല്ലപോലെ നിരത്തി വെച്ചു. മിഡിൽ ഭാഗം അല്പം സ്ഥലം വിട്ട് ബാക്കിയുള്ള ഭാഗത്ത് ചിക്കൻ നിരത്തി വെക്കണം. കത്തിച്ച് വെച്ച ചിരട്ട മിഡിൽ ഭാഗത്ത് വെച്ചതിന് ശേഷം ഇതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കണം. 1 സ്പൂൺ ഓയിലാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. പെട്ടെന്നൊരു മൂടി കൊണ്ട് മൂടിയതിന് ശേഷം നല്ല വെയിറ്റ് വെച്ച് കൊടുക്കണം. ഈ ആവി ഒട്ടും പുറത്ത് പോകാൻ പാടില്ല. താഴെ ഒരു പാൻ ചൂടാക്കി അതിൻ്റെ മീതെ മന്തിപ്പൊട്ട് വെച്ചതിന് ശേഷം ദം ചെയ്യണം. മന്തിയും ചൂടുണ്ടാവണം, അതേപോലെ പഴയ പാനും നല്ലപോലെ ചൂടുണ്ടാവണം. എന്നിട്ട് ലോ ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് ദം ചെയ്തെടുത്താൽ മതി. ഈ മന്തിപ്പൊട്ടിൻ്റെ മീതെ നല്ല വെയിറ്റ് വെച്ച് കൊടുക്കണം. അപ്പോൾ അങ്ങനെയാകുമ്പോൾ ആവിയൊന്നും ഒട്ടും പുറത്ത് പോകാണ്ട് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ മന്തി നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റും. ഇതായിപ്പോൾ ഞാൻ മന്തിയെല്ലാം സെർവ് ചെയ്തിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ ഉണ്ടാക്കിയ റെസിപ്പി ആയതുകൊണ്ട് ഞാൻ വെറുതെ പറയുന്നൊന്നും അല്ല. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെല്ലാം ഈ റെസിപ്പി ഉണ്ടാക്കിയതിന് ശേഷം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എനിക്ക് അറിയിക്കണം. വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം. അത് മാത്രമല്ല നിങ്ങളുടെ ഫ്രണ്ട്സിനും അതേപോലെ ഫാമിലിക്കും എല്ലാവർക്കും എൻ്റെ വീഡിയോ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ അടിപൊളി മയണൈസിൻ്റെ കൂടെയാണ് ഞാൻ മന്തി കഴിച്ചത്. വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഉണ്ടാക്കുമെന്ന് വിചാരിക്കുന്നു. ബൈ ബൈ, വീണ്ടും കാണാം.